നമ്മൾ കാരണമായിട്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. ഈ രൂപത്തിലാവണം നമ്മളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങള്. നമ്മൾ ആളുകളോട് ഇടപെടുന്നവരാണ്, നമ്മൾ ആളുകളോട് വർത്തിക്കുന്നവരാണ്, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുന്നവരാണ്. ആ സമയങ്ങളില് എല്ലാവരോടും നല്ല വിനയത്തോടെ പെരുമാറിയിട്ട് മഹാനായ അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങള് എത്ര വലിയ മഹാമനീഷിയാണ്, എത്ര വലിയ ആളാണ്. പക്ഷേ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്കൊപ്പം നിന്ന് അവർക്ക് സമാശ്വാസം നൽകാൻ അവിടുത്തെ ആ വലിപ്പം അവിടുന്ന് കാണിച്ചില്ല. അവിടുന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നല്ല വിനയത്തോടുകൂടെ നമുക്കിടയിൽ വർത്തിക്കുകയാണ്. ഇതാണ് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടത്, ഇതാണ് നമ്മളെല്ലാവരും കൊണ്ടു നടക്കേണ്ടത് എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വലിയ ബറക്കത്ത് ലഭിക്കുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെ കൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ പല വിധത്തിലുള്ള പ്രയാസങ്ങള് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പല ആളുകളും കഴിഞ്ഞ ഉറൂസ് മുബാറക്കിന് സംബന്ധിച്ച പല ആളുകളും പലപ്പോഴായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇന്ന് ഒരു പ്രയാസം തീരാനാണ് കഴിഞ്ഞ ഉറൂസില് തുടക്കം മുതൽ അവസാനം വരെ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാ വിഷയങ്ങളിലും ഞാൻ സഹകരിച്ചിരുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് മഹാന്മാരായ സാദാത്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടിയെന്ന് അനുഭവം പറഞ്ഞ ആളുകൾ ഈ മജ്ലിസിൽ വരെ ഇരിക്കുന്നുണ്ട്. ഈ മജ്ലിസ് ഇത് കേവലം ഒരു വയലിന്റെ മജ്ലിസാണ് എന്ന് മനസ്സിലാക്കരുത്, ഇത് കേവലം ഒരു സംഗമമാണ് എന്ന് മനസ്സിലാക്കരുത്, ഇത് കേവലം ഒരു ഇരുത്തമാണ് എന്ന് മനസ്സിലാക്കരുത്. ഇത് വർഷാവർഷമുള്ള ഒരു ആചാരമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സംഗതിയാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളുടെ ഈമാനിനെ പുതുക്കാനില്ല, നമ്മളുടെ സ്വഭാവം നന്നാക്കാനില്ല, അള്ളാഹുവിലേക്കുള്ള നമ്മളുടെ വലിയ പിടിവള്ളിയായിട്ടില്ല, നമ്മളുടെ ഭൗതികമായ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനല്ല, ഏറ്റവും വലിയ ഒരു പിടിവള്ളിയായിട്ട് നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ വർഷാവർഷം നടക്കുന്ന ഉറൂസ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം.